ചെങ്ങാലൂർ വെളക്കപ്പാടിയിൽ ശനിയാഴ്ചയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും നിലം പൊത്തിയത് നിരവധി കർഷകരുടെ മാസങ്ങൾ നീണ്ട കഠിനാധ്വാനം. നൂറുകണക്കിന് നേന്ത്രവാഴകളാണ് ശക്തമായ കാറ്റിൽ ഒടിഞ്ഞു വീണത്. ശനിയാഴ്ച വൈകിട്ടുണ്ടായ കാറ്റിലും മഴയിലുമാണ് പുതുക്കാട് പഞ്ചായത്ത് 12-ാം വാർഡ് ചെങ്ങാലൂർ വെളക്കപ്പാടി മേഖലയിൽ വാഴകൃഷിക്ക് വൻ നാശം നേരിട്ടത്. നിരവധി കർഷകരുടെ 4000-ഓളം വാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു. പള്ളിവളപ്പിൽ ജ്യോതി ബാസു പാട്ടത്തിനെടുത്ത സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന 1200-ഓളം വാഴകളിൽ 900 വാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു. ബെന്നി മഞ്ഞളിയുടെ 800-ഓളം വാഴകളും ദാസൻ അയ്യഞ്ചിറ, സന്തോഷ് എന്നിവരുടെ 400-ഓളം വാഴകളും നശിച്ചു. മറ്റ് നിരവധി കർഷകരുടെ വാഴകൃഷിയും ജാതി, അടക്ക തുടങ്ങിയ കൃഷിയിടങ്ങളിലും കാറ്റ് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയത്. കഴിഞ്ഞ 6 മാസത്തിലധികമായി പരിപാലിച്ചിരുന്ന കുലച്ച വാഴകളാണ് നിലം പതിച്ചത്. കയർ കെട്ടി സംരക്ഷിച്ചിരുന്നുവെങ്കിലും അതെല്ലാം പൊട്ടിച്ചാണ് വാഴ ഒടിഞ്ഞു വീണത്. കൃഷിഭവന്റെ നിർദ്ദേശപ്രകാരം ജൈവവള പ്രയോഗമാണ് നടത്തിയത്. ഒരു വാഴയ്ക്ക് ഏകദേശം 400 രൂപ മുതൽ മുടക്കിയാണ് വളർത്തിയത്. ബാങ്ക് വായ്പയെടുത്തും സ്വർണം പണയപ്പെടുത്തിയും പണം കണ്ടെത്തിയാണ് കൃഷി ചെയ്തത്. വിളവെടുപ്പാകാറായപ്പോൾ വാഴ മുഴുവൻ നശിച്ചത് കർഷകരെ വീണ്ടും കടക്കെണിയിലാക്കും. കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് കൃഷി തുടർന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന നഷ്ടം താങ്ങാവുന്നതിനും അപ്പുറമായി മാറിയിരിക്കുകയാണെന്ന് കർഷകനായ ദാസൻ അയ്യഞ്ചിറ പറഞ്ഞു. നമ്മൾ താമസിക്കുന്നത് 12-ാം വാർഡിൽ, പുതുക്കാട് പഞ്ചായത്തിൽ 12-ാം വാർഡിലാണ്. നമ്മൾ കാലങ്ങളായിട്ട് കൂടുതലും ചെയ്തു വരുന്നതാണ് വാഴകൃഷി. അപ്പോൾ നമ്മളൊരു 3-5 പേരാണ് കൂടുതലുമായിട്ട് ഇവിടെ വാഴ ചെയ്യുന്നത്. ഒരു 6000-ത്തിന് അടുത്തുള്ള വാഴയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ശനിയാഴ്ച ഉണ്ടായിരുന്ന, അതായത് 2-ാം തീയതി ഉണ്ടായിരുന്ന കാറ്റിനകത്ത് നമുക്ക് അതിലൊരു 75% വാഴ നശിച്ചുപോയി. നമ്മൾ ഓണത്തിന് നമുക്ക് അതിൻ്റെ വിളവെടുക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എല്ലാവരുടെയും വാഴ തന്നെ കുലച്ച് നല്ല പ്രായത്തിൽ എത്തിയതാണ്. ഇല്ല, നമ്മൾ ഇൻഷൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കൃഷിഭവനിൽ നമ്മൾ അന്വേഷിച്ചു. കൃഷിഭവനിൽ നിന്ന് നമ്മളെ ആൾക്കാരെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഒരു വാഴയ്ക്ക് തന്നെ 500 രൂപയിലും കൂടുതലാണ് നമുക്ക് പരിപാലനത്തിനായിട്ട് ചിലവാകുന്നൊരു പൈസ എന്ന് പറഞ്ഞത്. വെള്ളമായാലും അതിൻ്റെ മരുന്നുകൾ അല്ലെങ്കിൽ വളം കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ വളത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വളരണമെങ്കിൽ തന്നെ നല്ല പൈസ, വളത്തിനൊക്കെ നല്ല പൈസ കൂടിയുള്ള ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും പൈസ നമുക്ക് ചിലവാകുന്നുണ്ട്. കാരണം ഇതിൽ നിന്ന് നമുക്ക് ഇനിയിപ്പോൾ വീഴാത്ത വാഴയിൽ നിന്ന് പോലും നമുക്ക് അതിൻ്റെ ഒരു ഗുണഫലം നമുക്ക് കിട്ടില്ല. കാരണം അതെല്ലാം കാറ്റത്ത് എല്ലാം അതിൻ്റെ നട്ടലൊടിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതിൽ നിന്നൊന്നും നമുക്ക് വിളവ് കിട്ടാനായിട്ട് സാധ്യതയില്ല. ഒരു 1000 വാഴ വെച്ചോ അല്ലെങ്കിൽ 100 വാഴ വെച്ചോനും അതിൽ നിന്ന് 1 രൂപ പോലും കിട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒക്കെ വെട്ടി കളയാമെന്നുള്ളത് തന്നെയാണ് കഴിയുള്ളൂ. ബാങ്ക് വായ്പയെടുത്ത് കൃഷി ചെയ്ത തോട്ടങ്ങളാണ് നശിച്ചത്. കൃഷിഭവൻ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വാഴകളുടെ കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇൻഷൂർ ചെയ്ത വാഴകളാണ് ഏറെയും. എന്നാൽ മുൻ വർഷങ്ങളിലെ വേനൽ മഴയിലും കാലവർഷത്തിലും കൃഷി നശിച്ചവർക്കുള്ള നഷ്ടപരിഹാരം ഇതുവരെയും വിതരണം ചെയ്തിട്ടില്ലെന്നും കർഷകർ പറയുന്നു. നഷ്ടം വന്ന സാഹചര്യത്തിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിലും കർഷകർക്ക് ശരിക്കും ലഭിക്കേണ്ടതിൻ്റെ ചെറിയൊരു ശതമാനം മാത്രമേ ലഭിക്കൂ. അതിനും മാസങ്ങളെടുക്കും. 2022 മുതൽ നഷ്ടപരിഹാരം ലഭിക്കുന്നത് വളരെ വൈകിയിരുന്നു. പുതുക്കാട് പഞ്ചായത്ത് ചെങ്ങാലൂർ വെളക്കപ്പാടിയിൽ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പ്രദേശത്തെ നിരവധി കർഷകരുടെ 100 കണക്കിന് വാഴകളാണ് നിലം പൊത്തിയത്. കഴിഞ്ഞ 5-6 മാസക്കാലമായി പാട്ടത്തിനെടുത്ത സ്ഥലത്ത് കൃത്യമായ പരിചരണം നടത്തി വലിയ പ്രതീക്ഷകളോടെ വളർത്തിക്കൊണ്ടുവന്ന 100 കണക്കിന് വാഴകൾ ഈ തകർന്നു കിടക്കുന്ന, ഒടിഞ്ഞു കിടക്കുന്ന ഈ ഒരു കാഴ്ച ഹൃദയഭേദകമാണ്. ഏതായാലും കൃഷിവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇതിൻ്റെ കണക്കെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.